അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, കാരണവന്മാരെ, ഒരു വലിയ ചർച്ചയ്ക്ക് കളമൊരുങ്ങുകയാണ്. മലയാളക്കരയിൽ വലിയ പ്രാധാന്യപൂർവം മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അനാചാരത്തെ, ഒരു തെറ്റായ അനുഷ്ഠാനത്തെ, അതിൻ്റെ യഥാർത്ഥ മുഖം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷേ ഈ പരിപാടി വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടുകൂടി ശ്രദ്ധിക്കുന്നവർ, വീക്ഷിക്കുന്നവർ, നോക്കിക്കാണുന്നവർ പരിസരത്തും ഇതിൻ്റെ ശബ്ദപരിധിയിലും ഉണ്ടായിരിക്കും. ഇതിനിവിടെ തുടക്കം കുറിക്കപ്പെടുമ്പോൾ ആമുഖമായി, ഏറ്റവും ആദ്യമായി ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, നസ്വീഹത്തല്ലാത്ത ഒരു താല്പര്യം ഇതിനു പിന്നിലില്ല എന്നതാണ്. ഏതാനും കാലങ്ങളായി, വർഷങ്ങളായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന മതത്തിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ച്, തെറ്റായി വിശ്വസിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, അത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയാദർശങ്ങളുടെ ഘടകവിരുദ്ധമായ ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിന് ഒരു വേദനയുണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. പക്ഷേ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഖബർ എന്ന ബർസഖിയായ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് നാം ഓരോരുത്തരും. നരകം നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ലോകമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇടം ലഭിക്കുവാനും ഏതു വലിയ ത്യാഗത്തിനും സന്നദ്ധനാണ് എന്ന് മനസ്സിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, തെറ്റുകളെ തെറ്റായി മനസ്സിലാക്കാൻ, ശരികളെ ഉൾക്കൊണ്ട് എന്തു വില കൊടുത്തും അതിൻ്റെ പക്ഷത്തു നിൽക്കാൻ നമുക്ക് ധൈര്യമുണ്ട്, നമുക്ക് വിശ്വാസപരമായിട്ടുള്ള കരുത്തുണ്ട്. അതിൻ്റെ പേരിൽ നേരിടേണ്ടി വരുന്ന ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള മനോധൈര്യമുണ്ട്. നമുക്കറിയാം,
മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഖുതുബിയ്യത്ത് ഉൾപ്പെടെയുള്ള ധാരാളം മാലകളിലും റാത്തീബുകളിലും കുരുങ്ങിക്കിടക്കുന്ന ഏറെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥാവിശേഷം നമുക്കുണ്ട്. വളരെ പണിപ്പെട്ടാണ്, പാടുപെട്ടാണ് യഥാർത്ഥത്തിൽ മലയാളി സമൂഹത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഇതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ പ്രയത്നവും അധ്വാനവും അതിൻ്റെ പിന്നിലുണ്ട്. നവോത്ഥാനം എന്ന ഒരു വാക്ക് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം ഇന്നുണ്ട്. കേരള നിയമസഭയിൽ പോലും മക്തി തങ്ങളെപ്പോലെയുള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള കേരളത്തിലെ മഹാരഥന്മാരായ മുൻകാല നവോത്ഥാന നായകന്മാർ, സലഫി പണ്ഡിതന്മാരുടെ പേര് പരാമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് നമ്മളൊക്കെ ഓർക്കുന്നു. ഇവിടെ കെ എം മൗലവിയും വക്കം മൗലവിയും ഈ മൊയ്ദ് മൗലവിയും ഇ കെ മൗലവിയും കഴിഞ്ഞകാല നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഇസ്ലാഹി പ്രബോധന മേഖലയിൽ സലഫി ദഅവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നവർ, അവർ ചെയ്തിരുന്ന ഒരു വലിയ വൈജ്ഞാനിക വിപ്ലവം കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അവരെ മറന്നുകൊണ്ടുള്ളൊരു നവോത്ഥാനത്തിന്റെ ചർച്ച കേരളത്തിൽ സാധ്യമല്ല. അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള ഒരു ചർച്ച സാധ്യമേ അല്ല. ആരൊക്കെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിച്ചാലും മക്തി തങ്ങൾ കേരളത്തിനു നൽകിയ സംഭാവനകൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിനു നൽകിയ സംഭാവനകൾ, കെ എം മൗലവി കേരളം മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിക്കു വേണ്ടി സമർപ്പിച്ച ത്യാഗങ്ങൾ, സേവനങ്ങൾ, ഞാനത് പറയുന്നത് നമ്മുടെ വിഷയവുമായി ഒരു വലിയ ബന്ധം അതിനുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അത്തരം ഒരു ഇടപെടൽ, അതിനൊരു സാഹചര്യം ഇവിടെ ഉണ്ടായത്, അതിനൊരു ഇടം കേരളത്തിലുണ്ടായത്? കേരള മുസ്ലിങ്ങൾക്കിടയിൽ, വിശിഷ്യ മലബാർ മുസ്ലിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് വക്കം മൗലവിയുടെ, മക്തി തങ്ങളുടെ, കെ എം മൗലവിയുടെ, ഉമർ മൗലവി ഉൾപ്പെടെയുള്ള പൂർവകാല സലഫി പണ്ഡിതന്മാരുടെ വലിയ ദഅവ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ പരിവർത്തന പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു ഇടം എങ്ങനെ ഉണ്ടായി? മുസ്ലിങ്ങളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. യഥാർത്ഥത്തിൽ ലോക മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ എല്ലാവിധ വൈജ്ഞാനിക വിപ്ലവങ്ങളുടെയും മുന്നിൽ നടന്നവരായിരുന്നു മുസ്ലിങ്ങൾ. ഇന്ന് ലോക അറബി ഭാഷാ ദിനം ആചരിക്കുന്ന ഒരു ദിവസമാണ് ഡിസംബർ 18. 1973 ഡിസംബർ 18 UN അതിന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായി അറബി ഭാഷയെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് കാലങ്ങളായി, ഏതാനും വർഷങ്ങളായി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അറബി ഭാഷ ദിനമായി ഡിസംബർ 18 ആചരിക്കാറുണ്ട്. അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കടന്നു വരാറുള്ള കുറെ പേരുകളുണ്ട്, കുറെ ഗ്രന്ഥങ്ങളുണ്ട്. 2015 UN പ്രകാശവർഷമായി ലോകം മുഴുവൻ ആചരിച്ചു. ഇബ്നു ഹൈസം എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ ഓപ്റ്റിക്സിലുള്ള പ്രകാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം രചിച്ച ഒരു പുസ്തകത്തിന്റെ 1000 വർഷം തികയുന്നത് കൊണ്ടാണ് 2015 ലോക പ്രകാശവർഷമായി ആചരിച്ചത്. ഇബ്നു ഹൈസമിനെ പോലെ, ഇബ്നു സീനയെ പോലെ, ഇബ്നു റഷ്ദിനെ പോലെ, മുഹമ്മദ് മൂസൽ ഖവാരിസ്മിനെ പോലെയുള്ള ധാരാളം, ഇബ്നു ഖൽദൂനിനെ പോലെയുള്ള ചരിത്ര മേഖലകളിൽ, ശാസ്ത്രരംഗത്ത്, സാമൂഹ്യ ശാസ്ത്ര മേഖലകളിൽ ഓരോ രംഗവും എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ ശാസ്ത്രകാരന്മാരെ, വിജ്ഞാന പടുക്കളെ ലോകത്തിന് സംഭാവന ചെയ്ത മുസ്ലിം ഉമ്മത്തിന് എന്തുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ അധപ്പതനമുണ്ടായി? എന്തുകൊണ്ട് അങ്ങേയറ്റം മതമത്വത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് ആപതിച്ചു പോയി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതുപോലെയുള്ള മാലമൗലിദുകളിലും റാത്തീബുകളിലും ഈ സമൂഹത്തെ തളച്ചിട്ടു എന്നതാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനാണ് മുസ്ലിം ഉമ്മത്തിന്റെ മുന്നേറ്റത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയനുസരിച്ച് സഞ്ചരിക്കാൻ മുസ്ലിം സമൂഹം തയ്യാറായപ്പോഴാണ് അവരുടെ വ്യക്തി ജീവിതത്തിൽ, അവരുടെ മതപരമായ ജീവിതത്തിൽ, അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ, അവരുടെ വൈജ്ഞാനിക രംഗത്ത് ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത രൂപത്തിലുള്ള ഒരു വലിയ വിപ്ലവം, വലിയ മാറ്റം സാധ്യമായത്. നമുക്കറിയാം, സാധാരണ വിശുദ്ധ ഖുർആൻ സമൂഹത്തിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു അളവുകോലായി നമ്മൾ വെക്കാറുള്ളത് ജാഹിലിയ അറബികളെയാണ്. എല്ലാ നിലക്കുമുള്ള എല്ലാ തിന്മകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം. ധാരാളമായി ആ ചർച്ച നമ്മൾ കേൾക്കാറുണ്ട്. ഒരുപക്ഷെ ഇനിയും അത് വിശദീകരിക്കാൻ എന്നാൽ ഒരു ആവർത്തന വിരസത നമുക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. മദ്യത്തിന്റെ, യുദ്ധങ്ങളുടെ, മദിരാക്ഷിയുടെ, പലിശയുടെ എല്ലാവിധ കൊള്ളരുതായ്മകളും നിലനിന്നിരുന്ന, എല്ലാവിധ അരാജകത്വവും നിലനിന്നിരുന്ന ഒരു സമൂഹം ഏറ്റവും ഉത്തമമായ, ഉദാത്തമായ ഒരു സമൂഹമായി ലോകത്തിന്റെ സൃഷ്ടാവ് റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട സമൂഹമെന്ന അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയർന്ന ഒരു സമൂഹം ഉണ്ടായിത്തീർന്നു. രാത്രികളിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്ത് രാത്രിയുടെ യാമങ്ങൾ കഴിച്ചു നീക്കിയിരുന്ന സ്വഹാബാ കിറാം സുദീർഘമായി കണ്ണുനീരൊഴുക്കി സുജൂദിൽ കിടന്നു നിന്ന് നമസ്കരിച്ച്, വിശുദ്ധ ഖുർആൻ ഓതി നിന്ന് നമസ്കരിച്ച് സമയം ചെലവഴിച്ചിരുന്ന സ്വഹാബാ കിറാം ഓരോ ആയത്തും അവരുടെ ഹൃദയത്തെ അലിയിക്കുകയും കണ്ണുനീരോടുകൂടി വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായങ്ങളും പാരായണയും ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഖബറ് കണ്ടാൽ കരഞ്ഞിരുന്നവർ, നരകത്തെക്കുറിച്ച് ഓർത്താൽ പൊട്ടിക്കരഞ്ഞിരുന്നവർ, വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ട് ബോധം നഷ്ടപ്പെട്ടു പോയവർ, നമസ്കരിക്കുമ്പോൾ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടല്ലാതെ ഖുർആൻ ഓതാൻ കഴിയാത്തവരായി മാറിയ സമൂഹത്തിന്റെ ആദ്യകാലം, ജീവനോടെ ജനിച്ചു വീണ പെണ്ണ് കുഞ്ഞു പെണ്ണായതിന്റെ പേരിൽ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്നവരായിരുന്നു. സ്വന്തം സഹോദരന് സമ്പത്തിനു വേണ്ടി കൊന്നൊടുക്കിയിരുന്നവരായിരുന്നു. അയൽവാസികളോട് ഏറ്റവും മോശമായി പെരുമാറിയിരുന്നവരായിരുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്തവരായിരുന്നു. എങ്ങനെയാണ് അവരുടെ സമൂഹം മാറിയത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായതിനു ശേഷം ഒരു സമൂഹത്തിന്റെ പരിവർത്തനമുണ്ടായത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവർക്ക് യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുവിന്റെ ഗ്രന്ഥം അവർക്ക് മേൽ പാരായണം ചെയ്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവർക്ക്, ഹിക്മത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവിടെ നിന്നാണ് അവർ മാറിയത്. അവരിൽ നിന്നാണ് ഉത്തമരായ, സമൂഹത്തെ സേവിക്കുന്ന, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഏറ്റവും നല്ല സാമൂഹ്യ ജീവിയായ, നന്മകൾ പരമരഹസ്യമാക്കി വെക്കുന്ന, തിന്മകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം ചരിത്രത്തിൽ കാണാൻ കഴിയും. സിർറുഹു ഖൈറും മിൻ അലാനിയതിഹി. ഉമറിന്റെ സ്വകാര്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ എത്രയോ ഉത്തമമാണ്. പുറത്തേക്ക് നന്മയുടെ ആളുകളാവുകയും ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ, സ്വകാര്യതകളിൽ തിന്മയുടെ കൂത്തരങ്ങായി മാറുകയും ചെയ്യുന്ന ഇരട്ട മുഖമുള്ള ആളുകളായിരുന്നില്ല അവർ. പുറത്തു കാണിക്കുന്ന നന്മയുടെ എത്രയോ ഇരട്ടിയായിരുന്നു അവരുടെ ജീവിതത്തിന്റെ സ്വകാര്യതകളിൽ ഉണ്ടായിരുന്നത്. അത്ര നല്ല രൂപത്തിൽ വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും കൊണ്ടു നടന്നിരുന്ന, നീതിയുടെ മകുടോദാഹരണങ്ങളായി ജീവിച്ച ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബാ കിറാം ഉണ്ടായത് വിശുദ്ധ ഖുർആനിന്റെ ഉൽപ്പന്നങ്ങളാണവർ, പ്രവാചകചര്യയുടെ ഉൽപ്പന്നങ്ങളാണവർ. എന്നാൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ടായ അധപ്പതനം എങ്ങനെയാണ് ഉണ്ടായത്? ഖുർആനിനെ മാറ്റിവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മാറ്റിവെച്ചു. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കേരളത്തിൽ എത്ര വർഷമായിട്ടുണ്ടാകും? വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് സമൂഹം പറയാൻ തുടങ്ങിയിട്ട് കേരളത്തിൽ എത്ര കൊല്ലമായിട്ടുണ്ടാകും?
തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തുൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം പേരറബിയാണെങ്കിലും മലയാളത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് പുസ്തകം എഴുതിയത്? ഖുർആന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല എന്ന് പറയാൻ, ഖുർആനിന് പരിഭാഷ എഴുതാൻ പാടില്ലെന്ന് പറയാൻ, വിശുദ്ധ ഖുർആനിന് അർത്ഥം പറയാൻ പാടില്ലെന്ന് പറയാൻ മലയാളത്തിൽ പുസ്തകം രചിക്കപ്പെട്ട ഒരു നാട്ടിലാണ് നമ്മളുള്ളത് സുഹൃത്തുക്കളെ. അത്രയധികം വിശുദ്ധ ഖുർആനിനെ അകറ്റി നിർത്തി. ഫാത്തിഹ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് സമൂഹത്തെ പഠിപ്പിച്ചു. പിന്നീട് വിശുദ്ധ ഖുർആനിന് പരിഭാഷകൾ ഉണ്ടായി. പിന്നീട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് സമൂഹത്തിനൊരു ഉയർച്ചയുണ്ടായത്. സുന്നത്തി എന്ന വാക്ക് സമൂഹം മനസ്സിലാക്കിയിരുന്നത് ഏതർത്ഥത്തിലാണ്? ഉസൂലുൽ ഫിഖഹിലെ അഹ്കാമുകളിൽപ്പെട്ട ഒരു ഹുക്മ എന്ന നിലക്കാണ് സുന്നത്തിനെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പൊതുവിൽ അതിനൊരു നിർവചനം പഠിപ്പിക്കപ്പെടാറുണ്ട്: ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും. ഇതിനപ്പുറം ഹദീസ് എന്ന അർത്ഥത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ എന്ന ആശയത്തിൽ മുസ്ലിം തന്റെ പ്രമാണമായി സ്വീകരിക്കേണ്ടുന്ന, തന്റെ ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ, ആരാധനകളുടെ വഴിയായി സ്വീകരിക്കപ്പെടേണ്ടുന്ന, മാതൃകയായി സ്വീകരിക്കപ്പെടേണ്ടുന്ന, തന്റെ വ്യക്തി ജീവിതത്തിന്റെ മാതൃകയായി സ്വീകരിക്കപ്പെടേണ്ടുന്ന ഒരു പ്രമാണമായി സുന്നത്തിനെ സ്വീകരിച്ചു തുടങ്ങിയിട്ട് ഏതാനും കാലമേ ആയിട്ടുള്ളൂ. സുന്നത്താളുകൾക്ക് പരിചയമില്ല, ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യമില്ല. മുഹയ്യിദ്ദീൻമാരെയും റിഫായിമാരെയും ബദർമാരെയും നഫീസത്തുമാരെയും പലതരത്തിലുള്ള മൗലിദുകളും പലതരത്തിലുള്ള റാത്തീബുകളും ഇതിലൊക്കെ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ് സമൂഹം. അതിൽ നിറഞ്ഞു നിൽക്കുന്ന ശിർക്കൻ വിശ്വാസങ്ങൾ, അതിൽ നിറഞ്ഞു നിൽക്കുന്ന കുഫ്രൻ വിശ്വാസങ്ങൾ, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം അന്ധവിശ്വാസങ്ങൾ അത് വിശ്വസിച്ച് കഴിഞ്ഞുകൂടുകയാണ്. പക്ഷിപ്പാട്ടും കപ്പപ്പാട്ടുമാണ് മുസ്ലിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്നത്. മുസ്ലിം സമൂഹത്തിന് അതേ പരിചയമുണ്ടായിരുന്നു. ഖുർആനിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി. പ്രവാചക ചര്യയിൽ നിന്ന് വളരെ അകലത്തിലാണ് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഇവിടെ അധപ്പതനമുണ്ടായി. എന്തെല്ലാം തരത്തിലുള്ള നെറികേടുകളാണ്, എന്തെല്ലാം തരത്തിലുള്ള ദുരാചാരങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, വാങ്കും കിതാബും കേരളത്തിൽ വലിയ ചർച്ചയാണ്. മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മുസ്ലിം സ്ത്രീകളുടെ അവകാശ ധ്വംസനങ്ങളെക്കുറിച്ച് ചില ആളുകൾ വാചാലമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷന്മാരുടെ ജൈവപരമായ പ്രത്യേകതകളെ ഏറ്റവും ശാസ്ത്രീയമായി പരിഗണിച്ച ഒരേ ഒരു മതം ലോകത്ത് ഇസ്ലാം മാത്രമാണ്. അത് ഇസ്ലാമിനെ പഠിക്കുന്ന ആർക്കും ബോധ്യമാകും. പക്ഷേ ഇസ്ലാം വിമർശകർ വിശുദ്ധ ഖുർആനോ ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളുടെ പുറം ചട്ട പോലും കണ്ടിട്ടില്ലാത്തവരാണ്. അതിനുള്ള ഹൃദയ വിശാലത പോലും ഇല്ലാത്തവരാണ് ഇത്തരം സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവകാശ ധ്വംസനങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ കേരളത്തിൽ നമുക്കറിയാം, ഇസ്ലാം പഠിപ്പിച്ച സ്ത്രീയുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ മറ്റു ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അന്ധമായ വിശ്വാസങ്ങളിലും അനാചാരങ്ങളിലുമാണ് നിലനിന്നിരുന്നത്. സ്ത്രീകൾക്ക് മഹർ പറയും, പക്ഷേ കൊടുക്കാറില്ല. അപൂർവമായ മഹർ കൊടുക്കാറുണ്ട്. എന്നാൽ സ്ത്രീധനം കണക്ക് പറഞ്ഞു. മുത്തലാഖ് ഇവിടെ വ്യാപകമായിരുന്നു. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തിന് 3 തൊലാഖും ചൊല്ലി സ്ത്രീകളെ ഒഴിവാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചടങ്ങു നിൽക്കുക എന്ന് പറയുന്ന ഏറ്റവും മോശമായ ഒരാചാരം നമ്മുടെ നാട്ടിൽ പൗരോഹിത്യത്തിന്റെ നേതൃത്വത്തിൽ നിലനിന്നിരുന്നു. പറയുന്നത് എത്ര മോശമാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. സ്ത്രീധനമില്ലാതെയായി തുടങ്ങി, മഹർ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി, ത്വലാഖുകളുടെ എണ്ണം കുറഞ്ഞു, സലഫി ദഅവ പ്രവർത്തനങ്ങൾ ശക്തമായി, സമൂഹം വിശുദ്ധ ഖുർആൻ കുറച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. പറയുന്നത് ഖുർആനിൽ നിന്ന് മാറി നിന്ന് ഈ മാല മൗലിദുകളുടെ വലകൾക്കകത്ത് കുരുങ്ങിക്കിടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിന് ഈ നിലക്കുള്ള സാമൂഹ്യപരമായ മതപരമായ എല്ലാവിധ ദുരാചാരങ്ങളിലും ഈ സമൂഹം അകപ്പെട്ടു പോകുന്നത്. ഓരോ മേഖലയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും, ഏതു മേഖലയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും, വിദ്യാഭ്യാസ രംഗത്ത് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു.
മലയാളം പഠിക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. നല്ല മലയാളത്തിൽ സംസാരിക്കുന്നത് പോലും വിലക്കപ്പെട്ടു ഈ സമുദായത്തിന്. ഏതു മേഖല എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാലും തലയിൽ മുടി വളർത്താൻ മുസ്ലിം പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടം. എന്നു മുതലാണ് തന്റെ മുഖവും മുൻകൈയും ഒഴിച്ച്, അല്ലെങ്കിൽ മുഖം പോലും മറക്കുന്ന രൂപത്തിലുള്ള ഭക്തിയുടെ വസ്ത്രങ്ങൾ മുസ്ലിം സ്ത്രീകൾ കേരളത്തിൽ അണിഞ്ഞു തുടങ്ങിയത്? പർദ്ദ ധരിക്കുന്നവൾ വഹാബിയാണ് എന്ന് പറയുന്ന സാഹചര്യം അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ടിരുന്നു. ഞാൻ പറയുന്ന യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് ഒരപരിചിതത്വത്തോടുകൂടി സമൂഹം നോക്കിക്കാണുന്ന ഒരു സാഹചര്യം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബദഅ അൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം തുടങ്ങിയത് അപരിചിതത്വത്തോടു കൂടിയാണ്. വസയഊദു ഗരീബ, അതിന്റെ അപരിചിതത്വത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ഫതൂബാ ലിൽ ഗുറബാ, ആ അപരിചിതർക്കാകുന്നു മംഗളം. യഥാർത്ഥ ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന സമൂഹം, യഥാർത്ഥ ഇസ്ലാമിലെ ആരാധനകൾ കാണുമ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന സമൂഹം, യഥാർത്ഥ ഇസ്ലാമിലെ വേഷവിധാനങ്ങൾ കാണുമ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു സമൂഹം, അത് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇനിയും അവശേഷിക്കുന്നു. ചിലത് മാറ്റിവെക്കുമ്പോൾ വേറെ ചിലത് പുതിയ രൂപത്തിലും ഭാവത്തിലും സമൂഹത്തിൽ രൂപം കൊള്ളുന്നു. മുസ്ലിമിന് ബാധ്യതയുണ്ട്, മുസ്ലിമിന് ഉത്തരവാദിത്വമുണ്ട്. ഒരു വിശ്വാസിക്ക് മതപരമായ ദൗത്യ നിർവഹണമാണ് ഇത്തരം തിന്മകൾക്കെതിരെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഇതൊരു നസ്വീഹത്താണ്. ഓരോ പ്രവാചകന്മാരും അവരവരുടെ സമൂഹങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, innī lakum nāsihun amīn, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരു ഗുണകാംക്ഷിയാകുന്നു എന്ന്. സലഫി പ്രബോധകന്മാരും പണ്ഡിതന്മാരും നേതാക്കന്മാരും എല്ലാ കാലഘട്ടത്തിലും ആ ഒരു സമീപനമാണ് കേരളത്തിലെ മുസ്ലിങ്ങളോടും ഇതര മതവിഭാഗങ്ങളോടും സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരു നസ്വീഹത്താണ്. അടിയന്തരമായി തിരുത്തപ്പെടേണ്ടുന്ന തിന്മകൾ നിലനിൽക്കുന്നുണ്ട്. മതത്തിന്റെ പേരിലുള്ള ബിദ്അകൾ, അതിൽ നിന്ന് സമൂഹത്തെ നമുക്ക് മോചിപ്പിച്ചെടുക്കണം. അതിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിച്ചെടുക്കേണ്ടത് പൗരോഹിത്യത്തിന്റെ ഒത്താശയോടുകൂടിയാണ്, നേതൃത്വത്തിലാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള തിന്മകൾ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പകരം വെച്ചു കൊടുത്തത് എന്താ? മാലകളും മൗലിദുകളുമാണ്. മാലകളും മൗലിദുകളും ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യാത്തവൻ ഇമാമത്തിനും ഖതീബ് സ്ഥാനത്തിനും കൊള്ളാത്തവനാണ് എന്ന് ഫത്വ കൊടുക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. യഥാർത്ഥ വിശുദ്ധ ഖുർആനിലേക്ക് സമൂഹം മടങ്ങണം. യഥാർത്ഥ പ്രവാചകന്റെ ചര്യയിലേക്ക് സമൂഹം തിരിച്ചു നടക്കണം. എല്ലാവിധ പ്രശ്നങ്ങളുടെയും പരിഹാരം അതാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ മുസ്ലിം ഉമ്മത്തിന്റെയും പ്രശ്നം, അതിന്റെ അടിസ്ഥാന പരിഹാരം എന്ന് പറയുന്നതാണ് ഒരു തിരിച്ചു നടത്തമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയ നവോത്ഥാനമതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയ വിപ്ലവം അതാണ്. വിശുദ്ധ ഖുർആൻ സമൂഹത്തെ പഠിപ്പിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ പഠിക്കാൻ സമൂഹം സന്നദ്ധരായപ്പോൾ അവിടെയുണ്ടായ മാറ്റങ്ങൾ, അതുതന്നെയാണ് ഇവിടത്തെയും പരിഹാരമെന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അത് ഇവിടെ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ഒരു സൗഭാഗ്യമാണത്. 1920കളിൽ അതിന്റെ മുമ്പ് ഭക്തി തങ്ങൾ തുടങ്ങിവെച്ച ഹമദാനി തങ്ങളിലൂടെ കടന്നു വന്നു പോന്ന വലിയ തരത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ, വക്കം മൗലവിയുടെ, KM മൗലവിയുടെ, കേരള മുസ്ലിം ഐക്യ സംഘത്തിലൂടെ, കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ, പിന്നീട് രൂപീകരിക്കപ്പെട്ട ബഹുജന പ്രസ്ഥാനങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് ഒരു പുതിയ ആശയമോ ആദർശമോ അല്ല ഇസ്ലാഹി പ്രസ്ഥാനം കേരളക്കരയ്ക്ക് സമ്മാനിച്ചത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ, കേട്ടിട്ടുള്ളത് പോലെ ഖുർആനിലേക്ക് മടങ്ങി പ്രവാചക ചര്യയിലേക്ക് തിരിച്ചുപോയി സ്വഹാബാ കിറാം മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു വഴിയിലാണോ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന 73-ലെ ഒരേ ഒരു കക്ഷി എന്ന പ്രവാചകൻ പഠിപ്പിച്ച ആ വഴിയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മൻഹജുസ് സലഫ്, അതാണ് പൂർവീകരുടെ വഴി, അതാണ് പരലോകരക്ഷയുടെ മാർഗം, അതാണ് നരകവിമോചനത്തിന്റെ വഴി, അതാണ് സ്വർഗപ്രവേശനത്തിന്റെ മാർഗം. അതിലേക്ക് നമ്മൾ തിരിച്ചു നടക്കേണ്ടതുണ്ട്. കാലങ്ങളായി അതാണ് ഇവിടെ സലഫി ദഅവയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഖുർആൻ പഠന സംവിധാനങ്ങൾ വളർന്നു വന്നു, ഹദീസ് പഠന സംവിധാനങ്ങൾ വളർന്നു വന്നു. പലതരത്തിലുള്ള പ്രബോധന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ, പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ, ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമ്പോൾ, പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ ഓരോന്നിലൂടെയും സമൂഹത്തിന് കൈമാറിയത് സ്വർഗത്തിന്റെ വഴിയിലേക്കുള്ള ആ ഒരു മാർഗമായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകചര്യയുടെയും സലഫ് സ്വാലിഹികളുടെയും വഴിയായിരുന്നു. അതല്ലാത്ത ഒരു മാർഗം നമുക്കില്ല, നമുക്കുണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി വിവിധ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടായി, വിജ്ഞാനവേദികളുണ്ടായി, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളുണ്ടായി. ഇപ്പോഴിതാ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലുള്ള വ്യത്യസ്തങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങളുമായി സമൂഹം പ്രബോധന രംഗം സജീവമാണ്. പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്, ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്, ദുരാരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള മാനസിക പീഡനങ്ങൾക്കും വിധേയരായിട്ടുണ്ട്, പലതരത്തിലുള്ള ശാരീരികമായ ആക്രമണങ്ങൾക്കും വിധേയരായിട്ടുണ്ട്. പക്ഷേ ഇത് പ്രവാചകന്മാരുടെ മാർഗമാണ്, ഇത് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ്. ക്ഷമയോടുകൂടി, സഹന മനോഭാവത്തോടുകൂടി, ത്യാഗസന്നദ്ധതയോടുകൂടി ദഅവാരംഗത്ത് നേരിടേണ്ടി വരുന്ന ഓരോ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള പ്രവാചകന്മാർ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് സലഫി ദഅവ പ്രവർത്തനങ്ങളിൽ നമുക്ക് കേരളത്തിൽ ഇന്നോളം കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും ഉപകാരപ്രദമായ കാലത്തിന്റെ സഞ്ചാരപദം അത് ശരിക്കും മനസ്സിലാക്കി കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ടുള്ള ദഅവാ പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പീസ് റേഡിയോ ഇവിടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ശബ്ദം കേൾക്കുകയുണ്ടായി. മലയാളികളുടെ, മലയാളി മുസ്ലിങ്ങളുടെ, ലോകത്ത് എവിടെയെല്ലാം ജീവിക്കുന്നുണ്ടോ അവിടെയുള്ള എല്ലാ മലയാളികളുടെയും വൈജ്ഞാനിക ദാഹം തീർക്കാനുള്ള ഏറ്റവും നല്ല ഒരു സംവിധാനമായി 10,000 ഓരോ ദിവസവും കാതോർക്കുന്ന ഒരു ദഅവാ സംരംഭമായി പീസ് റേഡിയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കെല്ലാവരുടെയും, നമ്മുടെ എല്ലാവരുടെയും ഫോണുകളിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഫോണുകളിൽ നമ്മൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു. പറയുന്നത് ദഅവാ രംഗത്ത് വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിചാരം ഗാലറികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിസ്ഡം മൊബൈൽ ഓരോ ഗ്രാമങ്ങളിലും മുക്കുമൂലകളിൽ കടന്നു ചെന്ന് പ്രഭാഷണങ്ങൾ കേൾപ്പിക്കുന്ന, നിരന്തരമായി അതിനുവേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, വിസ്ഡം മൊബൈലുകൾ. ഈ തരത്തിലുള്ള വ്യത്യസ്തമായ ദഅവാ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സുഹൃത്തുക്കളെ, ഹദീസ് സെമിനാറുകൾ അവിടെ അവസാനിച്ചു. പാലക്കാട് ജില്ലാ ഹദീസ് സെമിനാർ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി, വൈജ്ഞാനികമായ ചർച്ചകളോടുകൂടി കഴിഞ്ഞ മാസമാണ് പുതുനഗരത്ത് നടന്നത്. മറ്റു ജില്ലകളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ജില്ലാ തലത്തിലുള്ള വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ വരാനിരിക്കുന്നു. പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രോഫ്കോൺ ഈ വർഷം ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണയിൽ മാർച്ച് 8, 9, 10 തീയതികളിൽ നടക്കാനിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ചില സംവിധാനങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ചില സംവിധാനങ്ങളെ പരിചയപ്പെടുത്തുന്നു മാത്രം. നമ്മുടേതായ നമ്മുടെ സമയവും, നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു ഭാഗവും, നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഭാഗവും, നമ്മുടെ വിലപ്പെട്ട സമയത്തിന്റെ ഒരു ഭാഗവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനീ പ്രബോധന മേഖലകളിൽ ചിലവഴിക്കുന്നതിനു വേണ്ടി സാധാരണക്കാരായ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷയത്തിൽ നിരപരാധികളാണ്. വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവർ കരുതുന്നത് ഖുത്ബിയ്യത്ത് ഇസ്ലാമിന്റെ ഒരു ഭാഗമാണെന്നാണ്. അവർ ചിന്തിക്കുന്നത് മുഹ്യിദ്ദീൻ മാല ഇസ്ലാമിന്റെ ഭാഗമാണെന്നാണ്. അവർ കരുതിക്കൊണ്ടിരിക്കുന്നത് മൗലിദുകൾ അത് ഏതാവട്ടെ അതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവരെങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്, അവരങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായിരുന്നാലും അതിനൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ അടിത്തറ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണെന്ന് ആവർത്തിച്ച് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ ഉത്തരവാദിത്വ നിർവഹണ മേഖലയിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണമെന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ പ്രവർത്തന രംഗത്ത് ഇൻഷാ അല്ലാഹ് ഇസ്ലാഹി ദഅവ പ്രബോധന മേഖലയിൽ, സലഫി പ്രബോധന രംഗത്ത് ഒരു വലിയ നാഴികക്കല്ലാകേണ്ടുന്ന ഒരു സംരംഭത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഖുത്ബിയ്യത്ത് എന്ന വിഷയത്തിൽ
മാത്രം നടക്കുന്ന മുഖാമുഖം കേരളത്തിൽ ഇതാദ്യമാണ്. വല്ലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പുഴയ്ക്ക് ഇത്തരം വിഷയത്തിൽ ചില ചരിത്ര പാരമ്പര്യം ഉണ്ട്. നമുക്കറിയാം, ഇവിടെ വെച്ചാണ് കേരളത്തിൽ 150ഉം 200ഉം മുഖാമുഖങ്ങൾ നടത്തി എന്ന് അവകാശപ്പെടുന്ന ഒരു ഉസ്താദ് വന്നുകൊണ്ട് മൗലിദ് കിതാബുകളിൽ തെറ്റുണ്ട്, മൗലിദ് കിതാബുകളിൽ ഉള്ളത് മുഴുവൻ ശരിയല്ല എന്ന് പരസ്യമായി കേരളത്തിലെ മുസ്ലിങ്ങളോട് പ്രഖ്യാപിച്ചത് ഈ വല്ലപ്പുഴയിൽ വന്നുകൊണ്ടാണ്. നിഷ്പക്ഷമതികളായ ചില ആളുകൾ മൗലിദ് കിതാബ് കയ്യിൽ വെച്ച് 90 വയസ്സുവരെ ജീവിച്ച എന്റെ വല്യമ്മ ഓതിയ ഈ മൗലിദ് കിതാബിലുള്ളത് മുഴുവൻ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതിലുള്ളത് മുഴുവൻ ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞത് ഈ വല്ലപ്പുഴയിലാണ്. അങ്ങനത്തെ ഒരു ചരിത്രം ഇവിടെ നിലനിൽക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊരു ജയപരാജയത്തിന്റെ പ്രശ്നമല്ല. അവരെ മുട്ടുകുത്തിച്ചു, അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു, അതല്ല. മറിച്ച് ജനങ്ങൾക്ക് സത്യം മനസ്സിലാകാനുള്ള അവസരമുണ്ടായി, ജനങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാനുള്ള അവസരമുണ്ടായി. ജീലാനി ദിനം എന്ന പേരിൽ അത് ആഘോഷിക്കുന്ന ആചരിക്കുന്ന റബീഉൽ ആഖിറിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിലെ സവിശേഷമായ സാഹചര്യങ്ങളിലൊക്കെ ഒരാൾ ഗൾഫിലേക്ക് പോകുമ്പോൾ, പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ, വീട്ടിലേതെങ്കിലും നിലക്കുള്ള നന്മയുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഏതെങ്കിലും നിലക്കുള്ള പ്രയാസമുണ്ടാകുമ്പോൾ വീടുകളിൽ ചൊല്ലാറുള്ള ഖുതുബിയത്ത്, അതിൻ്റെ ഉള്ളിലടങ്ങിയിട്ടുള്ള കടുത്ത ഇസ്ലാമിക വിരുദ്ധാശയങ്ങൾ, അതിനകത്ത് അർത്ഥം ചൊല്ലാതെ അർത്ഥമറിയാതെ സാധാരണക്കാരായ മുസ്ലിം സഹോദരങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത ഇസ്ലാമിക വിരുദ്ധാശയങ്ങൾ, അത് പാവപ്പെട്ട പാമര ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അറബി ഭാഷ പഠിക്കാൻ അവസരമില്ലാത്തവർക്ക് അത് തിരിച്ചറിയേണ്ടതുണ്ട്, അത് മനസ്സിലാകേണ്ടതുണ്ട്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ സംവിധാനം ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതോടനുബന്ധിച്ചുള്ള ഇതുപോലെയുള്ള ഓരോ മേഖലകളിലും നമ്മുടെ സാന്നിധ്യമുണ്ട്, നമ്മുടെ സഹകരണമുണ്ട്, പ്രബോധന രംഗത്ത് നാം നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യതയാണ്. ഒരു ആയത്തുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ശകലം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം, ബനൂ ഇസ്രായേലുകാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ ശിക്ഷ അവർക്ക് നൽകിയ സംഭവം വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേൽ ആളുകളെ അല്ലാഹു കുരങ്ങന്മാരാക്കി. എന്തായിരുന്നു കാരണം? സബത്തിന്റെ ദിവസം, സബ്ബത്താചരണത്തിന്റെ ദിവസം മീൻ പിടിക്കാൻ പാടില്ല എന്ന് ബനൂ ഇസ്രായേലുകാരോട് അല്ലാഹു പറഞ്ഞു. പക്ഷേ അവരതിന് കൂട്ടാക്കിയില്ല. കുറെ ആളുകൾ അല്ലാഹുവിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് ശനിയാഴ്ചകളിലാണ് അവരുടെ സബ്ബത്താചരണമുള്ളത്. അന്ന് കൂടുതൽ മത്സ്യങ്ങൾ വരും. അതുകൊണ്ട് അവരുടെ വീടുകളുടെ മുന്നിലേക്ക് തോടുകൾ കീറി അവർ മത്സ്യങ്ങളെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ ഒരു വിഭാഗം ആളുകൾ അതിൽ നിന്ന് മാറി നിന്നു. ഇത് ചെയ്യാൻ പാടില്ല, അവരതിൽ നിന്ന് വിട്ടുനിന്നു. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാതെ മാറി നിന്ന കൂട്ടത്തിൽ 2 വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. 2 വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം ആളുകൾ അവർ ഈ തെറ്റു ചെയ്യാതെ മാറി നിൽക്കുന്നതോടൊപ്പം അവർ മീൻ പിടിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങളിത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. എന്നാൽ മാറി നിന്നവരിലെ 2ാമത്തെ വിഭാഗം പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്യാതിരുന്നാൽ മതി, അവരെ ഉപദേശിക്കാനൊന്നും പോണ്ട. അവരെ ഉപദേശിക്കുന്ന, അവരോട് ദഅവത്ത് നടത്തുന്നവരോട് ചോദിച്ചു, ലിമ തഅലൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും വമുഅദ്ദിബുഹും അദാബൻ ശദീദാ. അല്ലാഹു നശിപ്പിക്കാൻ തീരുമാനിച്ച, അല്ലാഹു ശക്തമായ ശിക്ഷ നൽകാൻ തീരുമാനിച്ച ഒരു ജനതയെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത്? അവർ പറഞ്ഞു, ഖാലു മഅ്സിറതൻ ഇലാ റബ്ബിക്കും, ഞങ്ങൾക്ക് അല്ലാഹുവോട് ഉദ്ർ പറയണം, ഹിദായത്ത് ഉറപ്പ് കൊടുക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ പടച്ചവനോട് കാരണം ബോധിപ്പിക്കണം. അല്ലാഹുവേ, തെറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലാഹുവോട് കാരണം പറയണം. എന്നാൽ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങി. മീൻ പിടിക്കുന്ന അല്ലാഹുവിന്റെ കൽപ്പന ലംഘിച്ച ആളുകൾക്ക് നേരെ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങി. രക്ഷപ്പെട്ടതൊരു വിഭാഗം മാത്രമാണ് എന്നാ ഖുർആൻ പഠിപ്പിച്ചത്. ആരാണ് രക്ഷപ്പെട്ടത്? മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാതെ മാറി നിൽക്കുകയും നിങ്ങൾ ഈ പണി ചെയ്യരുത് എന്ന് അവരെ വിലക്കുകയും പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്ത ആളുകളെ മാത്രം അല്ലാഹു രക്ഷപ്പെടുത്തുകയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുകയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാതെ മാറി നിന്ന് അവരോട് ഇത് ചെയ്യരുതെന്ന് ദഅവത്ത് നിർവഹിക്കാതിരിക്കുകയും ചെയ്ത ആളുകളെയും അല്ലാഹു കുരങ്ങന്മാരാക്കിയെന്ന് ആയത്തിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പറയുന്നത്, തെറ്റ് കാണുമ്പോൾ നിശബ്ദത പാലിക്കുക എന്നുള്ളത് അപകടകരമായ കുറ്റകരമാണ്, വലിയ തിന്മയാണത്.
അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. മുസ്ലിങ്ങളെ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഉത്തമ ജനതയാണ് എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ ഒരു യഥാർത്ഥ ഖൈർ ഉമ്മയിലെ അംഗമാകണമെങ്കിൽ, കുന്തും ഖൈറ ഉമ്മ എന്ന് പഠിപ്പിച്ച ഉത്തമ ജനതയിലെ ഒരാളാകണമെങ്കിൽ അയാൾ ഒരു ഷർത്ത് പാലിക്കേണ്ടതുണ്ട്. ഏതാണ് ആ ഷർത്ത്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. സമൂഹത്തിന് നന്മ പകർന്നു കൊടുക്കുകയും സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകളെ വിരോധിക്കുകയും ചെയ്യുക എന്ന നിബന്ധന അയാൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതിനയാൾ സന്നദ്ധനല്ല എങ്കിൽ അയാൾ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ അഹ്ലു കിതാബിനെ പോലെയാണ്. എന്താണ് അഹ്ലു കിതാബിന്റെ പ്രത്യേകത? ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. അവർ ചെയ്തിരുന്ന, അവർക്കിടയിൽ നിലനിന്നിരുന്ന തിന്മകളെ അവർ എതിർക്കാറുണ്ടായിരുന്നില്ല. തെറ്റ് കണ്ടാൽ അവർ എതിർക്കുമായിരുന്നില്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെ അവർ മൗനം പാലിക്കും. ചെയ്യുന്നവൻ ചെയ്തോട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിച്ചു കൊള്ളാമെന്ന തീരുമാനമെടുക്കുന്നത് ജൂത ക്രൈസ്തവരുടെ സ്വഭാവമാണ്. സമൂഹത്തിൽ തിന്മയുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം, അത് ചെയ്യരുതെന്ന് പറയണം. നസീഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി നീ ചെയ്യുന്നത് തെറ്റാണെന്ന് അയാളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഒരു മുസ്ലിമിനുണ്ട് എന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അടിവയറിനാറ് കുത്തുകൊണ്ട് കുടൽമാല പുറത്തു ചാടി ചോര ഛർദിച്ച് കിടക്കുന്ന ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരാളുടെ വസ്ത്രം ഞെരിയാടി കുത്താതെ കണ്ടപ്പോൾ വസ്ത്രം കയറ്റി ഉടുക്കുകയെന്ന് മരണത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അടിവയറ്റിനാറ് കുത്തുകൊണ്ട് കുടൽമാല പുറത്തു ചാടിക്കിടക്കുന്ന നിമിഷത്തിൽ പോലും ഒരു തെറ്റ് കണ്ടപ്പോൾ അത് ചെയ്യരുത് എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സുഹൃത്തുക്കളെ, ആ ഒരു മാർഗത്തിലാണ് നമ്മളുള്ളത്. ഈ സംവിധാനവും ആ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്. ഇത്തരം സംവിധാനങ്ങൾ തുടർച്ചയായി നടക്കേണ്ടതുണ്ട്. പ്രഭാഷണങ്ങളായി, മുഖാമുഖങ്ങളായി, ക്യാമ്പയിനുകളായി, സമ്മേളനങ്ങളായി, ഡോർ ടു ഡോറുകളായി, സൗഹൃദ സന്ദർശനങ്ങളായി, വിവിധ തരത്തിലുള്ള സെമിനാറുകളായി, സിംപോസിയങ്ങളായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഓരോ തരത്തിലുള്ള തിന്മകൾക്കെതിരെയും ബോധവൽക്കരണം നടത്തുക, നസീഹത്തോടു കൂടിയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ഉത്തരവാദിത്വം ഇവിടെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അത് ഏറെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇൻഷാ അല്ലാഹ് 21-ാം തീയതി ഇപ്പോൾ ചർച്ചയ്ക്ക് വിഷയീഭവിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ ജില്ലാ തലത്തിൽ ആലത്തൂരിൽ വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്നത് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ഈ കിതാബ് നിങ്ങൾ വായിച്ചുവോ എന്ന തലക്കെട്ടിലുള്ള ഒരു ബഹുജന സംഗമം കൂടി നടക്കാനിരിക്കുന്നു. എല്ലാം ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. എല്ലാവരും ഇത്തരം സംവിധാനങ്ങളിൽ തങ്ങളുടേതായ ഭാഗധേയം നിർവഹിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.